ആടുകളെയൊക്കെ വളർത്തി ഗ്രാമത്തിൽ ജീവിക്കുന്ന ജോർജ് തന്റെ മക്കളെ പോലെയാണ് ആടുകളെ കാണുന്നതും. മനുഷ്യരോടൊന്നും കൂടുതൽ അടുപ്പമൊന്നും ജോർജിനില്ല. ആടുകൾക്കൊപ്പമാണ് എപ്പോഴും ജോർജ് സമയം ചിലവഴിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ജോർജ് മരണപ്പെടുന്നു. ജോർജിനെ കൊന്നതാണെന്ന് മനസ്സിലാക്കിയ ജോർജിന്റെ ആടുകളാണെങ്കിലോ ജോർജിന്റെ കൊലയാളിയെ കണ്ടെത്തുവാനായും തീരുമാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആടുകൾ നടത്തുന്ന കേസന്വേഷണമാണ്. എന്തായി, എങ്ങനെയാണ് അവർ കേസ് അന്വേഷിച്ചത്, കൊലയാളിയെ കണ്ടെത്തിയോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് 2026 റിലീസായ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്ന ഫീൽ ഗുഡ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. നമ്മുടെ ഈ കഥ നടക്കുന്നത് അങ്ങ് ഇംഗ്ലണ്ടിലാണ്. ജോർജ് എന്ന വ്യക്തിക്ക് ഏക്കർ കണക്കിന് വസ്തുവുണ്ട്. അവിടെ ജോർജ് ഒരു ഫാം നടത്തിക്കുക. ആ ഒരു ഫാമിൽ ഒരുപാട് ആടുകളുണ്ട്. ജോർജിന് തന്റെ ആടുകൾ എന്ന് വെച്ചാൽ ജീവന. എപ്പോഴും ജോർജ് സമയം ചിലവഴിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ആടുകൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായിട്ട് സമയം ചിലവഴിക്കുന്നതിനോ അവരുമായിട്ട് സംസാരിക്കുന്നതിനോ ഇടപഴകുന്നതിനോ ഒന്നും തന്നെ ജോർജിന് താല്പര്യമേ ഇല്ല. എപ്പോഴും ജോർജ് കംഫർട്ടബിൾ ആയിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ആടുകൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഫാമിനടുത്തായിട്ട് ചെറിയ രീതിയിലൊരു ക്യാരവാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലാണ് ജോർജ് ആഹാരം പാചകം ചെയ്യുന്നതും കിടക്കുന്നതും എല്ലാം. ജോർജ് തന്റെ ക്യാരവാനിൽ ഇരുന്ന് ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ ലെറ്റർ എഴുതുന്നത് പതിവായിരുന്നു. അത് മറ്റാർക്കുമല്ല, ജോർജിന്റെ 2 മക്കളായ പീറ്ററിനും റബേക്കയ്ക്കും വേണ്ടിയിട്ടാണ്. പീറ്ററിന്റെയും റബേക്കയുടെയും കുട്ടിക്കാലത്ത് തന്നെ അവരുടെ അമ്മ മരിച്ചുപോയി. അതായത് ജോർജിന്റെ ഭാര്യ മരണപ്പെട്ടതോടുകൂടി ജോർജിന് തന്റെ 2 മക്കളെയും ഈ ഒരു ഫാമിൽ തന്നെ വളർത്തുന്നത് ശരിയല്ല എന്ന് തോന്നി. കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് 2 കുട്ടികളെയും അഡോപ്ഷന് നൽകുകയാണ് ചെയ്തത്. പക്ഷേ അഡോപ്ഷന് നൽകിയാലും ജോർജിന്റെ മനസ്സിൽ എപ്പോഴും ജോർജിന്റെ മക്കളുണ്ട്. മക്കൾക്ക് എന്നും ലെറ്റർ എഴുതുന്നത് ജോർജ് പതിവാക്കിയിരുന്നു. അതിങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജോർജ് കൂടുതലും ലെറ്ററിൽ എഴുതുന്നത് തന്റെ ഫാമിലെ ആടുകളെ കുറിച്ചൊക്കെയാണ്. ഫാമിലുള്ള ആടുകൾക്ക് ഓരോ ആടിനും ഓരോ സ്വഭാവമാണ്. അവർക്ക് വ്യത്യസ്തമായ പേരും ജോർജ് നൽകിയിട്ടുണ്ട്. ആടുകളുടെ കുറുമ്പുകളും കുസൃതികളും ഒക്കെയാണ് ജോർജ് ദിവസവും ലെറ്ററിൽ എഴുതുന്നതും. ജോർജിന്റെ ഫാമിൽ ഒരുപാട് ആടുകളുണ്ടെങ്കിലും കുറച്ച് ആടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആള് മോപ്പിളിനൊരു പ്രത്യേകതയുണ്ട്. അവന് ഒരു കാര്യങ്ങളും മറക്കാൻ കഴിയത്തേയില്ല. എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മശക്തിയുള്ള ആടാണ് ഈ മോപ്പിൾ. ബാക്കിയുള്ള ആടുകളൊക്കെ 1 മുതൽ 3 വരെ എണ്ണി പഴയ കാര്യങ്ങളൊക്കെ മറക്കും. അവർക്ക് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനയോ ഉണ്ടായാൽ ആ സംഭവങ്ങളൊക്കെ അവർ 1 മുതൽ 3 വരെ എണ്ണിയാണ് മറക്കുന്നത്. പക്ഷേ മോപ്പിൾ അങ്ങനെ മറക്കത്തില്ല. രണ്ടാമത്തെ ആള് ക്ലൗഡ്. പിന്നെ അടുത്തത് റിഗ്ഗിയും റോണിയും. ഈ റിഗ്ഗിയും റോണിയും എപ്പോഴും അടിയാ. രണ്ടുപേരും ഇരട്ടകളുമാണ്. എപ്പോഴെങ്കിലും നല്ലൊരു ഫൈറ്റ് നടക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് റിഗ്ഗിയും റോണിയും. പിന്നെ വേറൊരുത്തനുണ്ട്. അവന്റെ മുടി എപ്പോഴും അവന്റെ കണ്ണിൽ കൂടി കിടക്കും. അതുകൊണ്ട് അവന് കാര്യങ്ങളൊന്നും അങ്ങനെ വ്യക്തമായിട്ട് കാണാനേ കഴിയില്ല. തന്റെ ശക്തമായ മൂക്ക് ഉപയോഗിച്ച് മണം പിടിച്ചാണ് ഓരോ കാര്യങ്ങളും അവൻ കണ്ടെത്തുന്നത്. പിന്നെ കൂട്ടത്തിൽ വേറൊരാളുണ്ട്. അവന് വലിയ കൊമ്പൊക്കെയാണ്. അതുകൊണ്ട് തന്നെ താനാണ് ഈ കൂട്ടത്തിൽ വലിയവൻ എന്നാണ് അവൻ ചിന്തിക്കുന്നതും. അടുത്തത് ലില്ലി. ആ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമതിയാണ് ലില്ലി. മാത്രവുമല്ല, നമ്മുടെ ജോർജിന്റെ പ്രിയപ്പെട്ടവൾ കൂടിയാണ് ലില്ലി. ജോർജിന് വേറൊരു പ്രിയപ്പെട്ട ആൾ കൂടിയുണ്ട്, സെബാസ്റ്റ്യൻ. ഈ സെബാസ്റ്റ്യൻ ആണെങ്കിലോ കൂട്ടത്തിലൊന്നും കൂടത്തേയില്ല. അവനാണെങ്കിൽ എപ്പോഴും ഒറ്റപ്പെട്ട് മാറി നിൽക്കാറാണ് പതിവ്. അവനെ കാണുമ്പോൾ തന്നെ ഒരു ദുരൂഹതയൊക്കെ തോന്നും. ആള് കൂട്ടത്തിലൊന്നും കൂടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും സെബാസ്റ്റ്യനെ കുറച്ചൊന്ന് പേടിയാണ്. ആളത്തി മൊരടനാ. ഇങ്ങനെ ആവാനായിട്ടുള്ള കാരണം അവന്റെ പാസ്റ്റ് ലൈഫിൽ നടന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അവനിങ്ങനെ കൂട്ടത്തിൽപ്പെടാതെ മാറി നടക്കുന്നതും. ജോർജിന്റെ പ്രിയപ്പെട്ടവരാണ് ലില്ലിയും സെബാസ്റ്റ്യനെങ്കിലും കൂട്ടത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട്, ഒരു കുഞ്ഞാട്ടിൻകുട്ടി. അവനെ വിന്റർ ലാമ്പ് എന്നാണ് വിളിക്കുന്നത്. ഈ വിന്റർ ലാമ്പിനെ കൂട്ടത്തിലുള്ള ആടുകളൊന്നും കൂടെ കൂട്ടാറേയില്ല. വിന്റർ ലാമ്പ് ആയതുകൊണ്ട് ആ കുഞ്ഞുകുട്ടിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ജോർജിന് നന്നായിട്ട് മനസ്സിലാകുന്നത് കൊണ്ട് ജോർജ് വിന്റർ ലാമ്പിനെ കൂടുതലും കെയർ ചെയ്യും. മാത്രമല്ല, സെബാസ്റ്റ്യനും ഒരു വിന്റർ ലാമ്പാണ്. അതുകൊണ്ടാണ് ആരുടെയും കൂട്ടത്തിൽ കൂടാതെ സെബാസ്റ്റ്യൻ ഇങ്ങനെ മാറി നടക്കുന്നതും. സെബാസ്റ്റ്യന്റെ ജീവിതം, മരണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചിന്തയുള്ള ആളാ. ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും സെബാസ്റ്റ്യൻ പറയുകയും ഒക്കെ ചെയ്യുന്നത്. ജോർജിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്തെന്നാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നോവലുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള നോവലുകളൊക്കെ വായിക്കുക. അത് ഒറ്റയ്ക്കിരുന്നല്ല വായിക്കുന്നത്, തന്റെ ആടുകൾക്കൊക്കെ വായിച്ച് കേൾപ്പിക്കുക. ജോർജ് എപ്പോഴൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നോവൽ വായിക്കുവാനായി ഒരുങ്ങുന്നോ ആ സമയമെല്ലാം എല്ലാ ആടുകളും ജോർജിന് മുന്നിലായിട്ട് വന്നിങ്ങനെ നിരന്നിരിക്കും. അവരെല്ലാവരും ഈ നോവലൊക്കെ കേൾക്കാറാണ് പതിവ്. എന്നിട്ട് ജോർജ് ഓരോ നോവല് വായിച്ച് പകുതിയിൽ അവസാനിപ്പിക്കുന്ന സമയത്തും ആടുകൾ എല്ലാവരും ചർച്ച ചെയ്യും. ആരായിരിക്കും കൊലയാളി? ദേ
ആ വേലക്കാരിയായിരിക്കുമോ അതോ അവിടെ വരുന്ന ആളായിരിക്കുമോ എന്നൊക്കെ ചർച്ച ചെയ്യും. കൂടുതലായിട്ടും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ബുദ്ധിമതിയായ ലില്ലിയാണ്. അടുത്ത ദിവസം കഥയുടെ ബാക്കി കേൾക്കുവാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. അടുത്ത ദിവസമാണ് ജോർജ് അതിന്റെ ബാക്കിയൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നതും. നോവലൊക്കെ വായിച്ച് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതുമൊക്കെ ജോർജിനും ആടുകൾക്കും ഒരുപാട് ഇഷ്ടമാ. ആരായിരിക്കും കില്ലർ എന്നുള്ള കാര്യം ലില്ലി കൃത്യമായിട്ട് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ ആടുകളുടെ കൂട്ടത്തില് പ്രത്യേകം എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തില് ബുദ്ധിശാലി ലില്ലി തന്നെയാണെന്ന്. ലില്ലിയാണ് ബുദ്ധിശാലി എന്നുള്ള കാര്യം ജോർജിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും കൂടുതൽ കെയറിങ്ങും ജോർജ് കൊടുക്കുന്നത് ലില്ലിക്ക് തന്നെയാണ്. അങ്ങനെ എല്ലാവരും പതിവ് പോലെ ഉറങ്ങുവാനൊക്കെ കിടന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഉറക്കമുണർന്ന് പുല്ലൊക്കെ മേയുകയാണ്. ദേ അപ്പോൾ ഒരു സ്ഥലത്ത് ലില്ലി മാറി നിൽക്കുന്നത് മോപ്പിൾ കാണുന്നു. എന്തായിരിക്കും ലില്ലി ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് ചിന്തിച്ച മോപ്പിൾ ലില്ലിക്കടുത്തേക്ക് എത്തുന്നു. അപ്പോൾ ദേ അവരുടെ യജമാനായ ജോർജ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നു. എന്താണ് ജോർജിന് സംഭവിച്ചതെന്ന് ലില്ലിക്ക് മനസ്സിലാകുന്നതേയില്ല. മോപ്പിളിന്റെ കാര്യം പിടികിട്ടി. മോപ്പിൾ ഉടനെ തന്നെ ജോർജിന്റെ നെഞ്ചിൽ കൈവച്ച് നോക്കുന്നു. ജോർജിന് ഹൃദയമിടിക്കുന്നില്ല. മോപ്പിളിന്റെ മനസ്സിലായി ജോർജ് മരണപ്പെട്ടുവെന്ന്. ആ ഒരു കാര്യം ലില്ലിയോട് പറയുന്നു. ലില്ലി ചോദിക്കുന്നുണ്ട്, ജോർജ് മരണപ്പെട്ടെങ്കിൽ എന്താ ജോർജ് മേഘമായി മാറാത്തത്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ആടുകൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മേഘമായി മാറുമെന്നാണ് ആടുകൾ വിശ്വസിക്കുന്നത്. എന്താ ജോർജ് മേഘമായി മാറാത്തതെന്ന് ലില്ലി ചോദിക്കുമ്പോൾ, ജോർജ് ഒരു മനുഷ്യനല്ലേ, അതാ മേഘമായി മാറാത്തത്. നമ്മളൊക്കെ മരിക്കുമ്പോഴാ മേഘമായി മാറുന്നത് എന്നതായിരുന്നു മോപ്പിളിന്റെ മറുപടിയും. അങ്ങനെ ലില്ലിയും മോപ്പിളും ബാക്കിയുള്ളവരെ എല്ലാവരെയും വിവരമറിയിക്കുകയാണ്. ഇനി മുതൽ ജോർജ് നമുക്കൊപ്പമില്ല, ജോർജ് മരണപ്പെട്ടു പോയി എന്ന്. അതറിഞ്ഞതോടുകൂടി ബാക്കിയുള്ള ആടുകളെല്ലാം ഞെട്ടിപ്പോവുകയാണ്. അവർക്ക് അവരുടെ സങ്കടം സഹിക്കാനാകുന്നില്ല. കാരണം അവരെ അത്രയ്ക്കും സ്നേഹിച്ച അവരുടെ യജമാൻ ഇനി അവർക്കൊപ്പം ഇല്ല എന്നറിയുന്നത് അവരെ ആകെ തളർത്തിക്കളയുകയാണ്. ആടുകൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അവർക്ക് അവരെ സങ്കടപ്പെടുത്തുന്ന കാര്യം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം മറക്കണമെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ അവർക്ക് മറക്കുവാനായി കഴിയും. നമുക്കെല്ലാം മറക്കാമെന്നുള്ള കാര്യം മോപ്പിൾ പറയുന്നു. പക്ഷേ മോപ്പിൾ ഉദ്ദേശിച്ചത് അവരുടെ ഈ സങ്കടം മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ള ആടുകൾ എല്ലാവരും ചേർന്ന് ജോർജിനെ മറക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. 1 മുതൽ 3 വരെ എണ്ണിക്കഴിഞ്ഞാൽ എല്ലാവരും ജോർജിനെ മറക്കണം എന്നതായിരുന്നു അവർ തീരുമാനിച്ചത്. പക്ഷേ മോപ്പിൾ ചോദിക്കുന്നത് ജോർജിനെ മറക്കാനോ? നമ്മളെ ഇത്രയും നന്നായിട്ട് നോക്കിയ ജോർജിനെ മറക്കുവാനായിട്ട് ആർക്കെങ്കിലും കഴിയുമോ എന്നതാണ്. ലില്ലിക്കും മോപ്പിളിനും ഒരിക്കലും കഴിയത്തില്ല, ബാക്കിയുള്ള ആടുകൾക്കും കഴിയത്തില്ല. പക്ഷേ അവരുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ നമ്മുടെ സങ്കടം മറക്കുവാനായിട്ടാണ് ആവശ്യപ്പെട്ടത് എന്നതായിരുന്നു മോപ്പിളിന്റെ മറുപടി. അങ്ങനെ ജോർജിന്റെ മരണവിവരം അറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് ജോർജിനെ പോലെ തന്നെ ഫാം നടത്തുന്ന ക്രിസ്റ്റോ എത്തുകയാണ്. ക്രിസ്റ്റോയ്ക്കൊപ്പം കോൺസ്റ്റബിൾ ആയിട്ടുള്ള ടിമ്മുമുണ്ട്. ടിമ്മിന് വലിയ എക്സ്പീരിയൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജോർജിന്റെ ഡെഡ് ബോഡിയൊക്കെ കാണുന്ന ടിമ്മിന് ഇതൊരു സ്വാഭാവിക മരണമാണ്, ഹാർട്ട് അറ്റാക്ക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അവൻ ആ ഒരു കാര്യം ക്രിസ്റ്റോയോട് പറയുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ ലില്ലിക്കും മോപ്പിളിനും ഇടയിൽ ചെറിയ ചർച്ച നടക്കുകയാ. ഇതൊരു സ്വാഭാവിക മരണമായിട്ട് തോന്നുന്നില്ല, ആരോ കൊല ചെയ്തതാണ് എന്നുള്ള സംശയമൊക്കെ ആടുകൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് ലില്ലിക്കും മോപ്പിളിനും ഇടയിൽ. അതേസമയമായിരുന്നു അവിടേക്ക് ന്യൂസ് റിപ്പോർട്ടറായ എലിയോട്ട് വരുന്നത്. എലിയോട്ടിന്റെ കയ്യിലാണെങ്കിൽ ക്യാമറയും ഒക്കെയുണ്ട്. തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഉപയോഗിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ജോർജിന്റെ ഫോട്ടോസൊക്കെ എലിയോട്ട് എടുക്കുന്നുമുണ്ട്. എലിയോട്ട് താൻ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം ടിമ്മിനോട് പറയുന്നു. ഈ നാട്ടിലൊരു കാർണിവൽ നടക്കുന്നുണ്ട്, ആ കാർണിവലിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുവാനായി എത്തിയതാ. പക്ഷെ അവിടെ വന്നപ്പോഴാണ് ആകെ 4 സ്റ്റാളേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു കാർണിവലിനെ കുറിച്ച് ഞാൻ എന്ത് റിപ്പോർട്ട് കൊടുക്കാനാന്നൊക്കെ കരുതി തിരികെ പോകുവാനായി ഒരുങ്ങുന്ന സമയത്താണ് അന്നേ ദിവസം രാത്രി കാർ ആക്സിഡന്റ് ആയതും. അപ്പോഴാണ് ഈ നാട്ടിലൊരാൾ മരണപ്പെട്ടുവെന്നും അയാൾ ഒരു ഫാം നടത്തുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഇവിടേക്ക് വന്നതെന്നും എലിയോട്ട് ടിമ്മിനോട് പറയുന്നു. മാത്രവുമല്ല, ജോർജിന്റെ മരണം കണ്ടിട്ട് ഇതൊരു സ്വാഭാവിക മരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എലിയോട്ട് ടിമ്മിനെയും കൊണ്ട് ജോർജിന്റെ ക്യാരവാനിലേക്ക് കയറുന്നു. അപ്പോൾ അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് 2 ഗ്ലാസും ഒരു മദ്യക്കുപ്പിയും കാണുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട്, ജോർജിനൊപ്പം മദ്യപിക്കുവാനായിട്ട് വേറെ ആരോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എലിയോട്ട് പറയുന്നു. മാത്രവുമല്ല, ഫോറൻസിക് വിഭാഗമൊക്കെ എത്തി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിൽ വിഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ കരുതിക്കൂട്ടി വിഷം കൊടുത്താണ് ജോർജിനെ കൊന്നതെന്നുള്ള കാര്യം എലിയോട്ട് ടിമ്മിനോട് പറയുന്നു. ഇനി ആ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ടിമ്മിനാണല്ലോ. ആകെ പണി കിട്ടിയ അവസ്ഥയിലിരിക്കുകയാണ് ടിമ്മാണെങ്കിലോ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് ക്ലോസ് ചെയ്ത് തന്റെ കാര്യം നോക്കി പോകാമെന്ന് കരുതിയിരുന്ന സമയത്താണ് ദേ ഇപ്പോൾ ഇങ്ങനൊരു പണി കിട്ടിയിരിക്കുന്നത്.
എലിയോട്ടും ടിമ്മും സംസാരിക്കുന്നതെല്ലാം ലില്ലി കേൾക്കുന്നുണ്ട്. ലില്ലിക്ക് മുൻപേ ഈ ഒരു കാര്യത്തിൽ നല്ല സംശയമുണ്ടായിരുന്നല്ലോ. തൻ്റെ ആ ഒരു സംശയം ബാക്കിയുള്ള ആടുകളോട് വന്ന് പറയുന്നു. നമ്മുടെ ജോർജ് മരിച്ചത് സ്വാഭാവിക മരണമല്ല, ജോർജിനെ ആരോ കൊന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കണം ജോർജിനെ കൊന്നത് ആരെന്ന് എന്നുള്ള കാര്യം ലില്ലി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് സെബാസ്റ്റ്യൻ വരുന്നത്. സെബാസ്റ്റ്യന് സത്യത്തിൽ ജോർജ് മരിച്ചതിൽ ആകെ സങ്കടമുണ്ട്. തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ഈ സെബാസ്റ്റ്യന് ഒരു പാസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. സത്യത്തിൽ ഒരു കാർണിവലിൽ പങ്കെടുത്തിരുന്ന ആടായിരുന്നു ഈ സെബാസ്റ്റ്യൻ. അവിടെ എല്ലാവരും കൂട്ടത്തോടു കൂടി നിന്നുകൊണ്ട് സെബാസ്റ്റ്യനെ ഇറക്കിവിടും. എന്നിട്ട് നായ്ക്കളെയും തുറന്നുവിടും. അവിടേക്ക് ഓടി വരുന്ന നായ്ക്കൾ സെബാസ്റ്റ്യനെ ആക്രമിക്കും. അത് കണ്ട് രസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പോഴേക്കും സെബാസ്റ്റ്യനെ നായ്ക്കളെല്ലാവരും ചേർന്ന് കടിച്ചു പറിച്ചിരുന്നു. എന്നാൽ അവിടേക്ക് വരുന്ന ജോർജിനെ കാണുമ്പോൾ ആദ്യം സെബാസ്റ്റ്യൻ ഒന്ന് പേടിക്കും. പക്ഷേ പേടിക്കണ്ട എന്നുള്ളത് ജോർജിന്റെ കണ്ണിൽ നിന്ന് തന്നെ സെബാസ്റ്റ്യന് മനസ്സിലായി. അവിടെ നിന്നും സെബാസ്റ്റ്യനെ കാശ് കൊടുത്ത് ജോർജ് വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അന്നു മുതൽ സെബാസ്റ്റ്യനെ തന്റെ മകനെ പോലെയാണ് ജോർജ് വളർത്തിയതും. അതുകൊണ്ട് തന്നെ ജോർജിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് സെബാസ്റ്റ്യൻ. ലില്ലി പറയുന്നതെല്ലാം കേട്ട് സെബാസ്റ്റ്യൻ പറയുന്നത്, നമ്മൾ വെറും ആടുകളാ. അങ്ങനെയുള്ള ആടുകൾ എങ്ങനെയാ ജോർജിന്റെ കൊലപാതകയെ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ജോർജ് നമുക്ക് ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ച് കേൾപ്പിക്കാറുള്ളതില്ലേ, അത് വെച്ച് നമുക്ക് കൊലയാളിയെ കണ്ടുപിടിച്ചുകൂടെ എന്നൊക്കെയുള്ള കാര്യം ലില്ലി പറയുന്നു. അതൊക്കെ വെറും നോവലുകൾ. പക്ഷേ ആടുകളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യാനാ എന്നതായിരുന്നു സെബാസ്റ്റ്യന്റെ മറുപടിയും. എന്തായാലും ജോർജിന് നീതി കിട്ടണം. ഞാൻ എന്തായാലും കൊലപാതകയെ അന്വേഷിച്ചിറങ്ങുകയാണ് എന്നതായിരുന്നു ലില്ലിയുടെ മറുപടി. പക്ഷേ ബാക്കിയുള്ള ആടുകൾക്കൊന്നും വലിയ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ലില്ലിക്കൊപ്പം നിൽക്കുവാനായിട്ട് അവസാനം സെബാസ്റ്റ്യനും തീരുമാനിക്കുന്നു. സെബാസ്റ്റ്യനൊപ്പം മോപ്പിളും മുന്നോട്ട് വരികയാണ്. സെബാസ്റ്റ്യന് നല്ല ധൈര്യമുണ്ട്. മോപ്പിളിന് എന്ത് കാര്യം സംഭവിച്ചാലും അവന് മറക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നല്ല ഓർമ്മശക്തിയുള്ള ആടാണ് ഈ മോപ്പിൾ. ലില്ലിക്ക് നല്ല ബുദ്ധിശക്തിയുമുണ്ട്. ഇവർ 3 പേരും ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊലപാതകയെ അവർക്ക് കണ്ടുപിടിക്കുവാനായും കഴിയും. അങ്ങനെ അവർ 3 പേരും ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ അവരെ കൂട്ടിക്കൊണ്ട് നേരെ ഗ്രാമത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ ഒരു റോഡുണ്ട്. ഇതുവരെയായിട്ടും ലില്ലിയും മോപ്പിളും റോഡ് മുറിച്ച് കടന്നിട്ടേയില്ല. സെബാസ്റ്റ്യൻ ധൈര്യത്തോടു കൂടി റോഡ് മുറിച്ച് കടന്നു പോകുന്നു. നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് ലില്ലിയും മോപ്പിളും തയ്യാറായില്ല. അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ആ ഒരു റോഡ്. അവർ പുല്ലിൽ മേഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെയായാൽ നിങ്ങൾ എങ്ങനെയാ കേസ് തെളിയിക്കുന്നത് എന്നതായിരുന്നു സെബാസ്റ്റ്യന്റെ മറുപടിയും. അത് കേട്ടതോടുകൂടി ധൈര്യം സംഭരിച്ച് ലില്ലിയും മോപ്പിളും മുന്നോട്ട് നടക്കുന്നു. കഷ്ടപ്പെട്ടാണ് രണ്ടും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ അവർ വീണ്ടും ഗ്രാമത്തിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിലെല്ലാം സെബാസ്റ്റ്യൻ ലില്ലിയോടും മോപ്പിളിനോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ മനുഷ്യരെ എല്ലാവരെയും ജോർജിനെ പോലെ കരുതരുത്. എല്ലാവരും ജോർജിനെ പോലെയല്ല. പലർക്കും പല സ്വഭാവമാണ്. ആരോടും അധികം അങ്ങനെ ചെന്ന് അടുക്കാനൊന്നും നിൽക്കരുതേ എന്നുള്ള കാര്യം പ്രത്യേകം സെബാസ്റ്റ്യൻ പറയുന്നു. അങ്ങനെ അവർ അവിടുത്തെ ചർച്ചിനടുത്തെത്തുന്നു. അതേ സമയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ ടിം ജോർജിന്റെ മരണത്തെക്കുറിച്ച് ഗ്രാമത്തിലുള്ള എല്ലാവരോടും നിന്ന് സംസാരിക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ഒരു കാർ വരുന്നു. കാറിൽ നിന്നും വക്കീലാണ് ഇറങ്ങി വരുന്നത്. വക്കീലിനൊപ്പം ഒരു പെൺകുട്ടിയുമുണ്ട്. അത് മറ്റാരുമല്ല, ജോർജിന്റെ മകളായ റെബേക്കയായിരുന്നു. തന്റെ അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞാണ് നാട്ടിലേക്ക് റെബേക്ക എത്തിയിരിക്കുന്നതും. വക്കീലായ ലിഡിയെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജോർജ് ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. വിൽപത്രം വായിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ലിഡിയെ എത്തിയിരിക്കുന്നതും. അങ്ങനെ ജോർജിന്റെ ഏറ്റവും അടുത്ത കുറച്ച് ആളുകളെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് വിൽപത്രം വായിച്ച് കേൾപ്പിക്കുന്നു. ജോർജിന്റെ വിൽപത്രം വായിക്കുന്ന സമയത്താണ് ജോർജ് ഒരു കോടീശ്വരനാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായത്. എങ്ങനെയെന്നാൽ ആടുകൾക്ക് വരുന്ന രോഗം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ജോർജ് ഒരു മരുന്ന് കണ്ടുപിടിച്ചിരുന്നു. ആ മരുന്നിന്റെ പാറ്റന്റ് കുറച്ച് നാളുകൾക്ക് മുൻപ് വലിയൊരു കമ്പനിക്ക് വിൽക്കുകയുണ്ടായി. അങ്ങനെ കോടിക്കണക്കിന് കാശാണ് ജോർജിന് വന്നു ചേർന്നിരിക്കുന്നതും. ഈ ഒരു കാര്യമെല്ലാം അറിയുന്നതും അവിടെ കൂടിയിരിക്കുന്ന ജോർജിന്റെ കൂട്ടാളികളൊക്കെ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, വിൽപത്രപ്രകാരം ജോർജിന്റെ മുഴുവൻ സ്വത്തുക്കളും രണ്ടായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ജോർജിന്റെ 2 മക്കളായിട്ടുള്ള പീറ്ററിന്റെയും റെബേക്കയുടെയും പേരിലാണ് സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പീറ്റർ ഇപ്പോൾ ഉള്ളത് സൗത്ത് ആഫ്രിക്കയില്. എന്നാൽ റെബേക്കയുടെ പേരിലാണ് ജോർജിന്റെ മുഴുവൻ ഏക്കർ കണക്കിനുള്ള വസ്തുക്കളും ആ ഒരു ഫാമും എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും റെബേക്കയെ ആകെ സംശയം. ഇനി സ്വത്തിന് വേണ്ടിയിട്ട്
റെബേക്ക ആയിരിക്കുമോ ജോർജിനെ കൊന്നത് എന്ന സംശയം ടിമ്മിനുണ്ടാകുന്നു. മാത്രമല്ല ബാക്കി കൂടിയിരിക്കുന്നവർക്കും ഉണ്ടാവുകയാണ്. ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടേയില്ല, ഈ ഒരു വിവരമറിഞ്ഞ് ഇന്നാണ് ഇവിടേക്ക് വന്നതെന്നും റെബേക്ക പറയുന്നു. മാത്രവുമല്ല ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുകയാണ് ലില്ലിയും സെബാസ്റ്റ്യനും. അതെല്ലാം കേൾക്കുന്നതോടുകൂടി നമ്മുടെ യജമാനൻ വലിയ കാശുകാരനായിരുന്നല്ലേ, എന്നിട്ടാണോ ഒരു പാവപ്പെട്ടവനെ പോലെ ജീവിച്ചത്? മാത്രവുമല്ല ആ റെബേക്കയെ സംശയമുണ്ടെന്നും ആടുകളൊക്കെ ചർച്ച ചെയ്യുന്നു. അവരുടെയും പ്രധാന സംശയം റെബേക്ക തന്നെയാണ്. അതേസമയം ടിമ്മിന് മറ്റുള്ളവരെയും സംശയമുണ്ട്. ഒന്ന് ക്രിസ്റ്റോ താമസിക്കുന്നത് ഈ ജോർജിന്റെ അടുത്തായിട്ട് തന്നെയാണ്. പക്ഷേ ഈ ക്രിസ്റ്റോയാണെങ്കിലോ ജോർജിന്റെ വസ്തുവിൽ തന്നെയാണ് ക്രിസ്റ്റോയും ഫാം നടത്തുന്നത്. ജോർജുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചിരുന്നു, പക്ഷേ എഗ്രിമെന്റ് ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുകയാണ്. അതിനെ ചൊല്ലി ചെറിയ തർക്കം ക്രിസ്റ്റോയ്ക്കും ജോർജിനും ഇടയിലുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടായിരിക്കുമോ ക്രിസ്റ്റോ ജോർജിനെ കൊന്നത് എന്നൊക്കെയുള്ള സംശയം ടിമ്മിനുണ്ടാകുന്നു. താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും ക്രിസ്റ്റോ പറയുന്നുണ്ട്. ക്രിസ്റ്റോയുടെ കൂടെ ഒരു കശാപ്പ് കടക്കാരനും ഉണ്ടായിരുന്നു. അയാളുടെ പ്രധാന തൊഴിലെന്തെന്നാൽ ആടുകളുടെ ഇറച്ചി വിൽക്കുക. അതുകൊണ്ട് തന്നെ ജോർജും ഈ ഒരു കശാപ്പ് കടക്കാരനും തമ്മിൽ നല്ല പ്രശ്നമുണ്ടായിരുന്നു. ജോർജ് ആടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആടിന്റെ ഇറച്ചിക്ക് ഒരാൾ വിൽക്കുന്നത് ഇഷ്ടമാണോ? അല്ല. മാത്രവുമല്ല ജോർജ് ഒരു വെജിറ്റേറിയൻ കൂടിയായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ചർച്ച നടക്കുമ്പോഴും ടിമ്മിന് ഈ കശാപ്പ് കടക്കാരനെയും സംശയമുണ്ട്. അങ്ങനെ അവിടെ ചർച്ചകളൊക്കെ പെരുകി വന്നുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല അവിടെ ഒരു കടക്കാരി ഇരിക്കുന്നുണ്ട്. അവർ ബേക്കറി കട നടത്തുകയാണ്. ആ കടക്കാരി എപ്പോഴേക്ക് ജോർജ് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ലെറ്റർ എഴുതി പോസ്റ്റ് വുമണിനെ ഏൽപ്പിക്കുമോ അവരുടെ കയ്യിൽ നിന്നെല്ലാം ലെറ്റർ അടിച്ചു മാറ്റും. ജോർജിന് ഇനി വല്ല കാമുകിയുമുണ്ടോ എന്നതായിരുന്നു അവരുടെ സംശയം. കാരണം ആ സ്ത്രീക്ക് ജോർജിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. ഇതുവരെയായിട്ടും അത് തുറന്നു പറഞ്ഞിട്ടേയില്ല. അങ്ങനെ ലെറ്ററെല്ലാം അടിച്ചു മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജോർജ് ലെറ്റർ എഴുതിയത് എന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി ആ സ്ത്രീക്ക് വല്ലാതെ കുറ്റബോധമൊക്കെ തോന്നുന്നു. എന്നാൽ ടിമ്മിന് അവരെയും നല്ല സംശയമുണ്ട്. ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് എലിയോട്ട്. എലിയോട്ടിനെ കാരണമാണല്ലോ സ്വാഭാവിക മരണമായി ചിത്രീകരിക്കേണ്ട ജോർജിന്റെ മരണം ദേ ഇപ്പോൾ കൊലപാതകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ലില്ലിയും സെബാസ്റ്റ്യനും. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന മോപ്പിളാണെങ്കിലോ അവിടെ ഒരു ക്യാരറ്റ് കണ്ടതും ക്യാരറ്റ് കഴിക്കുവാൻ വേണ്ടിയിട്ട് അതിനിടയിലോട്ട് ചെന്ന് കയറുന്നു. അതോടുകൂടി മോപ്പിളിന്റെ മുഖമൊക്കെ അവിടെ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വേലിയിൽ നിന്ന് മുഖമൊക്കെ തിരിച്ചു വലിച്ചെടുക്കുന്ന മോപ്പിളാണെങ്കിലോ ചെറുതായിട്ടൊന്നിൽ തട്ടി വീഴുന്നു. അവന്റെ മുഖത്തേക്ക് ചെറിയൊരു തുണി വന്ന് വീഴുകയാണ്. മുഖത്തേക്ക് ആ തുണി വന്ന് വീണതും കൺട്രോൾ നഷ്ടപ്പെട്ട് മോപ്പിൾ അവിടെയും ഇവിടെയുമൊക്കെ ഓടി നടക്കുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ലില്ലിയും സെബാസ്റ്റ്യനും. ആ ആടുകളെ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ടിം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആടുകളെ അവിടെ നിന്നും ഇറക്കി വിടുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് ജോർജിന്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുകയാണ്. മാത്രവുമല്ല ജോർജിന് മദ്യം കൊടുത്താണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ വിഷമുള്ളത് ആ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രത്യേക മരത്തിന്റെ കുരുവിൽ നിന്നാണ് ആ വിഷം എടുത്തിരിക്കുന്നത്. ആ മരമുള്ള സ്ഥലമൊക്കെ ടിം കണ്ടെത്തുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ള ആരോ തന്നെയാണ് ജോർജിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അവിടെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ലില്ലിയും സെബാസ്റ്റ്യനും മോപ്പിളും ഒക്കെ ശ്രദ്ധിക്കുന്നല്ലോ. അവർ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നേരെ വന്ന് കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും സംശയം റെബേക്കയെ തന്നെയാണ്. അതെ, ആ റെബേക്ക തന്നെയായിരിക്കും ഇതിന് പിന്നിലെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നു. അതേ സമയത്തായിരുന്നു ഈ ആടുകളുടെ കൂട്ടത്തിൽ ഒരു സുന്ദരി ആടുണ്ട്. അവളുടെ പേരാണ് ക്ലൗഡ്. ക്ലൗഡ് മുന്നോട്ട് വന്നിട്ട് ഒരു കാര്യം പറയുന്നു. ജോർജ് മരിച്ച ദിവസം രാത്രി ഞാൻ അറിയാതെ ഉറക്കമുണർന്നു പോയി. അന്നേ ദിവസം ഞാനിവിടെ ഒരാളിനെ കണ്ടു. അതൊരു പെണ്ണാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് റെബേക്കയായിരിക്കുമെന്നും ക്ലൗഡ് പറയും. മാത്രവുമല്ല തറയിൽ നിന്നും തനിക്കൊരു വള കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ് ആ വന്നിട്ട് പോയ ആളിന്റെ കയ്യിൽ നിന്ന് വീണ വളയും ക്ലൗഡ് കാണിച്ചു കൊടുക്കുന്നു. അതെ, ഇത് റെബേക്കയുടെ തന്നെയാണ്. പക്ഷേ റെബേക്കയാണല്ലോ കള്ളം പറഞ്ഞത്. താൻ അന്നേ ദിവസം ഇവിടേക്ക് വന്നിട്ടേയില്ല, ഇന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ റെബേക്ക എന്തിനായിരിക്കും കള്ളം പറയുന്നത്? അവൾക്ക് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും ലില്ലി പറയുന്നു. ഈ ഒരു വിവരം എങ്ങനെയായാലും ആ ഒരു മണ്ടം പോലീസായ ടിമ്മിനെ അറിയിക്കണം. ടിമ്മിനെ കൊണ്ടൊന്നും കേസ് തെളിയിക്കാനൊന്നും പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ടിമ്മിനെ കൊണ്ട് ഈ ഒരു കേസ് തെളിയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൂചനയും അവനെ അറിയിക്കണമെന്നുമൊക്കെ ലില്ലിയും കൂട്ടരും തീരുമാനിക്കും. പക്ഷേ എങ്ങനെയെന്നൊരു ചോദ്യം അവർക്ക് മുന്നിലുണ്ട്. ഉടനെ തന്നെ ലില്ലി ക്ലൗഡിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്, നേരെ പോയിട്ട് ടിമ്മിന്റെ തൊപ്പി കടിച്ചെടുത്തോണ്ട് വാ. അപ്പോൾ അവനെ ഇവിടെ എങ്ങനെയെങ്കിലും വരുത്താമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വള ടിമ്മിനെ ഏൽപ്പിക്കാമെന്നും അവർ പ്ലാൻ ചെയ്യുന്നു.
പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മുടെ സുന്ദരിയായിട്ടുള്ള ക്ലൗഡ് നേരെ ടിമ്മിനടുത്തേക്ക് പോകുന്നു. അവന്റെ തൊപ്പിയും കടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. തന്റെ തൊപ്പി ആട് കടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് കാണുന്ന ടിമ്മ് അതിന് പിന്നാലെ ഓടുന്നു. ഏയ്, എന്റെ തൊപ്പി ഇങ്ങ് താ, അതങ്ങനെ കൊണ്ടുപോകേണ്ട സാധനമല്ല എന്നൊക്കെ പറഞ്ഞാണ് അവൻ പിന്നാലെ ഓടുന്നതും. ഓടി ഓടി അവസാനം എത്തുന്നത് ജോർജിന്റെ ഫാമിലേക്കും. അവിടെ എല്ലാ ആടുകളും കൂടി നിൽക്കുകയാണ്. ടിമ്മ് വന്നിട്ട് തൊപ്പിയെടുക്കുന്ന സമയം തൊപ്പിക്കടിയിലായിട്ട് ആ ഒരു വളയും ഇരിക്കുന്നു. വള കയ്യിലെടുക്കുന്ന ടിമ്മിന് തനിക്ക് ഈ ആടുകളെല്ലാവരും ചേർന്ന് എന്തോ സൂചന തരികയാണെന്ന് ടിമ്മിന് മനസ്സിലാകുന്നു. ടിമ്മ് നന്ദിയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ടിമ്മ് നന്ദി പറയുന്ന സമയത്തും ആടുകളെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ തന്നെ വിളിക്കുന്നുമുണ്ട്. അതെല്ലാം കാണുന്ന ടിമ്മിന് ആടുകളെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നുകയാ. കാരണം ഇവർ അത്രയും ബുദ്ധിശക്തിയുള്ള ആടാണോ, ഈ ഒരു കേസിന് പിന്നിൽ ഇവരും വർക്ക് ചെയ്യുന്നല്ലോ എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു വള കാണുന്ന ടിമ്മിന് അത് റെബേക്കയുടേതാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ റെബേക്ക താമസിക്കുന്ന സ്ഥലത്തേക്കും എത്തുന്നു. റെബേക്കയോട് ഇത് നിങ്ങളുടെ വളയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൾ സമ്മതിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് ജോർജ് മരിക്കുന്നതിന് മുൻപ് ജോർജിനെ നിങ്ങൾ കണ്ടിട്ടേയില്ല എന്ന്, പിന്നെ എങ്ങനെ ജോർജിന്റെ ഫാമിനടുത്ത് നിങ്ങളുടെ വള വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് റെബേക്ക. ഉടനെ തന്നെ ടിം റെബേക്കയുടെ റൂം മുഴുവൻ പരിശോധിക്കുന്നു. അവിടെ നിന്നും റെബേക്കയുടെ ഒരു ബൂട്ട് കണ്ടെത്തുകയാണ്. ആ ഒരു ബൂട്ടിനടിയിലായിട്ട് ജോർജിനെ കൊല്ലുവാനായിട്ട് ഉപയോഗിച്ച വിഷക്കായില്ലേ, ആ ഒരു വിഷക്കായുടെ അംശവും കണ്ടെത്തുന്നു. അതോടുകൂടി റെബേക്കയാണ് ജോർജിനെ കൊന്നതെന്ന് ടിം ഉറപ്പിക്കും. ഉടനെ തന്നെ ടിം റെബേക്കയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. റെബേക്ക ഒരുപാട് കരയുന്നു. ഞാൻ എൻ്റെ അച്ഛനെ ഒരിക്കലും കൊല്ലില്ല, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം, എന്നെ വിശ്വസിക്കെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയും. പക്ഷേ അവൾ പറയുന്നതൊന്നും ഒന്ന് കേൾക്കുവാൻ പോലും ടിമ്മ് കൂട്ടാക്കുന്നതേയില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലില്ലി കാണുന്നുണ്ട്. ലില്ലിക്ക് റെബേക്കയെ കണ്ടതും എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് തോന്നലുണ്ടാകുന്നു. കാരണം ഈ ലില്ലി ഒരു ബുദ്ധിശക്തിയുള്ള ഒരു ആട്ടുകുട്ടിയാണല്ലോ. ലില്ലിക്ക് ഒരാളുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവർ നല്ലതാണോ ചീത്തയാണോ, അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലും അവരുടെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമൊക്കെ കണ്ണ് കണ്ടാൽ മനസ്സിലാകും. റെബേക്കയുടെ കണ്ണ് കാണുന്ന ലില്ലിക്ക് റെബേക്ക നിരപരാധിയാണോ എന്ന സംശയം തോന്നുന്നു. എന്നാൽ അതേസമയം റെബേക്ക ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ. റെബേക്കയുടെ പേരിലാണ് ജോർജ് ഫാം എഴുതി വെച്ചിരിക്കുന്നതും. ഫാം നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ലിഡിയ ഒരു ഫാം ഏൽപ്പിക്കുന്നത് ക്രിസ്റ്റോയാണ് ഫാം ഏൽപ്പിച്ചിരിക്കുന്നതെന്നറിയുന്ന ലില്ലിയും മോപ്പിളും ക്രിസ്റ്റോയുടെ ഫാം പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്നും തീരുമാനിക്കും. രാത്രിക്ക് രാത്രി തന്നെ രണ്ടാളും ക്രിസ്റ്റോയുടെ ഫാമിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ വെച്ച് ഞെട്ടിക്കുന്നൊരു കാഴ്ച അവർ കാണുന്നു. ക്രിസ്റ്റോയും ആ ഒരു കശാപ്പ് കടക്കാരനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അവർ കാണുന്നത്. അവരുടെ മെയിൻ പരിപാടി എന്തെന്നാൽ ഈ ആടുകളെയൊക്കെ വെട്ടി ഇറച്ചിയാക്കി വിൽക്കുക. രണ്ടാളും ഒരുമിച്ച് ചേർന്നാണ് ബിസിനസ് നടത്തുന്നത്. ഈ ഒരു കാര്യം മുൻപേ ജോർജിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇവരുമായിട്ടൊക്കെ ജോർജിന് പ്രശ്നവും. എന്നാൽ ഇപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കിയ ലില്ലിയും മോപ്പിളും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഈ ഒരു കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കണമെന്നും തീരുമാനിച്ച് പുറത്തേക്കിറങ്ങുന്ന സമയത്താണ് ലില്ലിക്കും മോപ്പിളിനും അടുത്തേക്ക് ക്രിസ്റ്റോയുടെ ഫാമിലുണ്ടായിരുന്ന ആടുകളൊക്കെ വരുന്നത്. അവരുടെ കഴുത്തിൽ വലിയ മണിയാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. അത് കാണുന്നതും ലില്ലിക്കും മോപ്പിളിനും വല്ലാതെ പേടിയാകുന്നു. എത്രയും വേഗം ഇവിടെ നിന്ന് പോയെന്ന് ആ ആടുകൾ ലില്ലിയോടും മോപ്പിളിനോടും പറയുന്നു. അതേ സമയമായിരുന്നു ക്രിസ്റ്റോയുടെ നായ്ക്കൾ അവിടേക്ക് ഓടി വരുന്നത്. 2 നായ്ക്കളുണ്ട്. അത് കണ്ടതും പേടിച്ച് ലില്ലിയും മോപ്പിളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എത്രയൊക്കെ ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. ആ നായ്ക്കളുടെ കൈവശം രണ്ടാളും അകപ്പെട്ടു പോകുന്നു. അതേ സമയമാണ് അവിടേക്ക് ഭീമാകാരമായൊരു രൂപം വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സെബാസ്റ്റ്യൻ തന്നെ. സെബാസ്റ്റ്യൻ ആ 2 നായ്ക്കളെയും ഇടിച്ച് തെറിപ്പിക്കുകയാണ്. സെബാസ്റ്റ്യൻ എത്ര തന്നെ പോരാടി നിൽക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോ, ഈ 2 നായ്ക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും സെബാസ്റ്റ്യൻ പറയും. സെബാസ്റ്റ്യൻ ആണെങ്കിലോ രണ്ടാളോടും പോരാടി നിൽക്കും. ഒടുവിൽ 2നെയും ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഇനി സെബാസ്റ്റ്യനൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നായ്ക്കൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകും. അത് കാണുമ്പോൾ ലില്ലിക്കും മോപ്പിളിനും ഒരുപാട് സന്തോഷമാകുന്നു. അവരുടെ ഇടയിലെ ധൈര്യശാലിയാണല്ലോ സെബാസ്റ്റ്യൻ. പക്ഷേ സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീഴുന്നു. കാരണം സെബാസ്റ്റ്യന് നന്നായിട്ട് കടിയേറ്റിരുന്നു. ആകെ അവശനായി കുഴഞ്ഞു വീണ സെബാസ്റ്റ്യൻ എൻ്റെ അടുത്തേക്ക് ജോർജ് വരുന്നു. എനിക്ക് ജോർജിനെ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ മരണത്തിലേക്ക് പോവുകയാണ്. അതോടുകൂടി ലില്ലി പൊട്ടിക്കരയും. സെബാസ്റ്റ്യനും മരിച്ചു. സെബാസ്റ്റ്യൻ എന്താ മേഘമായി മാറാത്തതെന്ന് പറഞ്ഞ് ലില്ലി മോപ്പിളിനോടത് ചോദിക്കും. അപ്പോഴാണ് മോപ്പിൾ ഒരു കാര്യം പറയുന്നത്. ലില്ലി, നമ്മൾക്കിടയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മേഘമായി മാറും എന്നൊരു കഥയില്ലേ, സത്യത്തിൽ അത് തെറ്റാണ്. ആര് മരിച്ചാലും അവർ മേഘമായി മാറില്ല. മരണപ്പെട്ടാൽ അവർ അതുപോലെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മോപ്പിൾ ലില്ലിയോട് പറയുന്നു. അങ്ങനെ ലില്ലിയും കൂട്ടി മോപ്പിൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്.
ക്രിസ്റ്റോയുടെ ഫാമിൽ നടക്കുന്ന ക്രൂരതകളെല്ലാം ഇപ്പോൾ ലില്ലിക്കും മോപ്പിളിനും മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കി ആടുകളെ എല്ലാവരെയും രക്ഷിക്കണമെന്നും മോപ്പിളും ലില്ലിയും തീരുമാനിക്കുന്നു. അവർ രണ്ടുപേരും വന്ന് ബാക്കിയുള്ള ആടുകളോട് ഈ ഒരു വിവരം പറയുകയാണ്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഓടുന്നു. എല്ലാവരും വന്ന് എത്തിപ്പെട്ടത് ആ ഒരു റോഡിനടുത്താണ്. റോഡ് മുറിച്ച് കടക്കണമല്ലോ. പക്ഷേ ലില്ലിയും മോപ്പിളും സുഖമായിട്ട് റോഡ് മുറിച്ച് കടക്കുന്നു. ബാക്കിയുള്ളവർക്ക് അതിനുള്ള ധൈര്യമില്ല. നമ്മൾ ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ടേയില്ല, നമ്മൾക്ക് എന്തായാലും ഇവിടെ നിന്ന് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ലില്ലി എത്ര തന്നെ അവരോട് പറഞ്ഞിട്ടും ആരും തന്നെ കേൾക്കുന്നതേയില്ല. നമുക്ക് ജോർജിനെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കണം. സെബാസ്റ്റ്യനും മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും ആകെ തകർന്നു പോവുകയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും മറക്കണം എന്ന് പറഞ്ഞ് അവർ എല്ലാവരും ചേർന്ന് 3 വരെ എണ്ണുന്നു. 3 എണ്ണിക്കഴിഞ്ഞതും എല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്ന് വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലില്ലിക്കും മോപ്പിളിനും അത് ചെയ്യാൻ കഴിയില്ലല്ലോ. അവർ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോഴാണ് ലില്ലി കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ജോർജിനെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ റെബേക്കയല്ല അതിന് പിന്നില്. അതേസമയം ലില്ലി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ജോർജിന്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്ന സമയത്ത് ജോർജിന്റെ ഒരു കൈയില് നീല നിറം, മറ്റൊരു കൈയില് പച്ച നിറമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പച്ച നിറം എങ്ങനെ വന്നു? നീല കളർ ഓക്കെ, അവരുടെ മരുന്നിന്റെ കളറാണ് നീല. നീലയോടൊപ്പം മറ്റൊരു കളർ ചേർന്നിട്ടാകണം ഈ ഒരു പച്ച നിറം വന്നിട്ടുണ്ടാവുക. ആ ഒരു കളർ മഞ്ഞയാണെന്നുള്ള കാര്യവും ലില്ലി കണ്ടെത്തിയിരുന്നു. അതോടുകൂടി ലില്ലിക്ക് യഥാർത്ഥ പ്രതി ആരാണെന്നുള്ള കാര്യം മനസ്സിലായി. അവൾക്ക് നല്ലൊരു ക്ലൂവും കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതെങ്ങനെ പോലീസിനെ അറിയിക്കും? അതായിരുന്നു ലില്ലിയുടെ ചിന്ത. അതിനു വേണ്ടിയിട്ട് അവരൊരു ഐഡിയ ചെയ്യുന്നു. എങ്ങനെയെന്നാൽ അവരുടെ കൂട്ടത്തിൽ കുഞ്ഞനാടില്ലേ വിന്ററിനെയാണ് അവർ കൂടെ കൂട്ടുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്ന് പഴയതുപോലെ ജീവിക്കുവാനായും തുടങ്ങിയല്ലോ. മറക്കാത്തത് വിന്ററും ലില്ലിയും മോപ്പിളും മാത്രം. സെബാസ്റ്റ്യൻ ആണെങ്കിലോ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ വിന്ററിനെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് വിന്ററിന്റെ ഒരു കാല് നീല കളർ പെയിന്റിലും മുക്കും, മറ്റൊരു കാല് മഞ്ഞ കളർ പെയിന്റിലും മുക്കും. അതിനുശേഷം അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഒരു ജനലുണ്ട്. ആ ജനൽ വഴി വിന്ററിനെ അകത്തേക്ക് തള്ളിവിടും. ഇതെല്ലാം ആ ജയിലിൽ കിടക്കുന്ന റെബേക്ക കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞനാട് അകത്തേക്ക് ചാടി വന്നിട്ട് റെബേക്കയുടെ സെല്ലിന് മുന്നിലായിട്ടിരുന്നു കൊണ്ട് തന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു പെയിന്റിലെ അതവിടെ ആകെ വലിച്ചു നീട്ടി വരച്ചു വെക്കുകയാണ്. എന്നിട്ട് മഞ്ഞ നിറവും അവിടെ വരച്ചു വെക്കുന്നു. 2 നിറവും ജോയിൻ ചെയ്യുന്നത് മിക്സ് ചെയ്ത് അതൊരു പച്ച നിറമാക്കി മാറ്റിയതിനു ശേഷമാണ് കുഞ്ഞനാട് പുറത്തേക്ക് പോകുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്ന റെബേക്കയ്ക്ക് ഈ ആട് എന്താ ചെയ്യുന്നത്, എന്താ ഇങ്ങനെയൊക്കെ നിറങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ടിമ്മ് വന്ന് നോക്കുമ്പോഴോ റെബേക്കയുടെ സെല്ലിന് മുന്നിലായിട്ട് ദേ നിറങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു. ഇതാരാ ഇങ്ങനെ ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ടിമ്മു ചോദിക്കുമ്പോൾ, ഏയ് ഞാനല്ല, ഇന്നലെ രാത്രി ഒരു കുഞ്ഞനാട് ഇതുവഴി ചാടി വന്നു. വേറെ ആടുകളും കൂടെയുണ്ടായിരുന്നു. ആ ആട്ടിൻകുട്ടിയാണ് ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചത്. എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നും റെബേക്ക പറയും. എന്നാൽ ടിമ്മു ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തുണിയെടുത്ത് ആ ഒരു പെയിന്റ് മായ്ക്കുവാനായി തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു നീല പെയിന്റും മഞ്ഞ പെയിന്റും മിക്സായത് പച്ചയാണെന്നുള്ള കാര്യം ടിമ്മു ശ്രദ്ധിക്കുന്നത്. കളർ കാണുന്ന ടിമ്മിന് ആടുകൾ തനിക്ക് എന്തോ ക്ലൂ തന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അതേ സമയമായിരുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും റബേക്കയെ കൊണ്ടുപോകുവാനായിട്ട് മറ്റുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെത്തുന്നത്. അവളെ ഇനി കോടതിയിൽ ഹാജരാക്കണം. എന്നാൽ ടിമ്മിന് വല്ലാത്ത സംശയം. ഇതിനു പിന്നിൽ വേറെന്തോ ഉണ്ട്. ആടുകൾ വേറെന്തോ ആണ് ഉദ്ദേശിക്കുന്നതെന്നും ടിമ്മിന് മനസ്സിലായി. റബേക്കയെ കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ടിം സൈൻ ചെയ്യണം. സൈൻ ചെയ്യരുതെന്ന് അവിടെ നിന്ന് ലില്ലിയും മോപ്പിളും ഒക്കെ പറയുന്നു. ടിം സൈൻ ചെയ്ത് കൊടുക്കുന്ന അതേ സമയം തന്നെയായിരുന്നു തന്റെ കയ്യിലെ മഞ്ഞ നിറവും നീല നിറവും ചേർന്ന് മിക്സായി പച്ച നിറമായിരിക്കുന്ന കാര്യം ടിം ശ്രദ്ധിക്കുന്നത്. ഒരു നിമിഷം ജോർജിനെ കൊന്നത് റബേക്കയല്ല, കൊന്ന ആൾ മറ്റാരുമല്ല, റബേക്കയുടെ സഹോദരൻ ജോർജിന്റെ മകനായിട്ടുള്ള പീറ്റർ തന്നെയാണ്. അത് കേട്ടതും എല്ലാവരും ഷോക്കായി പോകുന്നു. പീറ്റർ അതിനിവിടെ ഇല്ലല്ലോ, പീറ്റർ സൗത്ത് ആഫ്രിക്കയിലല്ലേ എന്ന് എല്ലാവരും പറയുമ്പോഴോ, പീറ്റർ സൗത്ത് ആഫ്രിക്കയിലാണ്, പക്ഷേ പേര് മാറ്റി പീറ്റർ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ പേര് മാറ്റി എത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം ടിം പറയുന്നു. എന്നിട്ടൊരാളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് മറ്റാരുമല്ല, എലിയോട്ട് തന്നെയാണ്. പീറ്റർ തന്നെയാണ് എലിയോട്ട് എന്ന പേരിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എത്തിയിരിക്കുന്നത്. എന്നിട്ട് തന്റെ കണ്ടെത്തലുകളെല്ലാം ടിം തുറന്നു പറയുന്നു. സത്യത്തിൽ
കുറേ നാളുകൾക്ക് മുൻപ് തന്നെ പീറ്റർ, അതായത് എലിയോട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. തന്റെ അച്ഛന്റെ കൈവശം ഒരുപാട് കാശുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്. അതെല്ലാം തന്റെ പേരിലാകണം. ഒറ്റയ്ക്ക് തന്നെ അതെല്ലാം അനുഭവിക്കണം. സഹോദരിക്ക് അത് പോകാൻ പാടില്ല എന്ന് ചിന്തിച്ചാണ് പീറ്റർ നാട്ടിലേക്ക് വരുന്നത്. അതും ഒരു റിപ്പോർട്ടറായി കാർണിവലിന്റെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് വരുന്നതാണെന്ന് കള്ളം പറഞ്ഞാണ് എത്തിയത്. അന്നേ ദിവസം ആക്സിഡന്റ് ഉണ്ടാക്കിയത് തന്നെ പീറ്റർ തന്നെയാണ്. അതെല്ലാം അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. എങ്ങനെയെങ്കിലും അവന്റെ അച്ഛനെ കൊല്ലണം. അത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യവും. അവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവന്റെ അച്ഛനെ കാണുവാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം രാത്രി പീറ്റർ എത്തിയിരുന്നു. പീറ്ററിനെ കണ്ട ജോർജ് സന്തോഷത്തോടു കൂടി അവനെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ജോർജിനൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ ജോർജ് അറിയാതെ തന്നെ തന്റെ കൈവശമുണ്ടായിരുന്ന വിഷക്കായിൽ നിന്നും വിഷമിറ്റിച്ച് ജോർജിന്റെ മദ്യത്തിൽ വീഴ്ത്തുകയുണ്ടായി. അതൊന്നും അറിയാതെ ജോർജ് മദ്യം കുടിക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പീറ്റർ ആണെങ്കിൽ താൻ പുതുതായിട്ട് തയ്യാറാക്കിയ വിൽപത്രം അവിടെ വെക്കുകയുണ്ടായി. അതിൽ ജോർജ് എഴുതിയിരിക്കുന്നത് തന്റെ എല്ലാ സ്വത്തും റെബേക്കയുടെ പേരിലാണെന്നാണ്. അങ്ങനെയാണെങ്കിലല്ലേ എല്ലാവരും റെബേക്കയെ സംശയിക്കൂ. സ്വത്തിന് വേണ്ടിയിട്ട് റെബേക്കയാണ് അച്ഛനെ കൊന്നതെന്ന് സംശയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തതും. അതിനുശേഷം ആരും അറിയാതെ അന്നേ ദിവസം ഫാമിലേക്ക് വന്നിട്ട് റെബേക്കയുടെ വളയും അവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോകുന്നു. എന്നിട്ട് റെബേക്കയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ ബൂട്ടിനടിയിലായിട്ട് ആ ഒരു വിഷക്കായും അവൻ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തത്. റെബേക്കയാണ് ഇതിന് പിന്നിലെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ടിം ആണെങ്കിൽ ഇതെല്ലാം തുറന്നു പറയുക. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു, നിന്റെ അച്ഛൻ വളരെ ബുദ്ധിമാനാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലൂ കൂടി അവശേഷിപ്പിച്ചിരുന്നത്. എങ്ങനെയെന്നാൽ അന്നേ ദിവസം പീറ്റർ ഒഴിച്ചു കൊടുത്ത മദ്യം കുടിച്ചതും ജോർജിനാണെങ്കിൽ എന്തോ പോലെ തോന്നി ജോർജ് കുഴഞ്ഞു വീഴുകയുണ്ടായി. ജോർജ് മരിച്ചു എന്ന് കരുതിയാണ് പീറ്റർ അവിടെ നിന്നും പോകുവാനായി ഇറങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും ജോർജ് അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു. ജോർജ് ഇതിനു മുൻപേ തന്നെ തന്റെ ആടുകൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു മരുന്നുണ്ടാക്കിയിരുന്നില്ലേ, ആ മരുന്ന് തന്റെ 2 കൈയിലുമായി എടുത്തിരുന്നു. ജോർജിന് ഇനി അത് തോന്നിയിരുന്നോ എന്തോ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണോ മരുന്നെടുത്തതെന്ന് അറിയത്തില്ല. ജോർജ് അതേസമയം പുറത്തേക്ക് വന്നിട്ട് തന്നെ കൊല്ലുവാനായിട്ട് വന്ന മകൻ നേരെ ചാടി വീഴുകയാണ്. എന്നാൽ ഇതേ സമയം ജോർജിനെ കാണാൻ വരുന്നതിന് മുൻപ് തന്നെ തന്റെ ഐഡന്റിറ്റി എല്ലാം മായ്ക്കുവാൻ വേണ്ടിയിട്ട് പീറ്റർ തന്റെ തലയിൽ മഞ്ഞ കളർ അടിച്ചിരുന്നു. ആ കളറുമായിട്ടാണ് പീറ്റർ ആണെങ്കിൽ ജോർജിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തിയത്. ജോർജ് ഉടനെ തന്നെ പീറ്ററിന്റെ അടുത്തേക്ക് ചാടി വീഴുകയും പീറ്ററിന്റെ തലയിൽ പിടിക്കുകയും ഉണ്ടായി. അങ്ങനെയാണ് ജോർജിന്റെ ഒരു കൈയിൽ നീല കളറും ഒരു കൈയിൽ പച്ച കളറുമായത്. നല്ല കോംപ്ലിക്കേഷൻ ഉണ്ടല്ലേ. സത്യത്തിൽ ഈ പീറ്റർ വരുന്ന സമയത്ത് തലയിൽ മഞ്ഞ കളർ അടിച്ചിരുന്നല്ലോ. എന്നാൽ ജോർജിന്റെ കയ്യിലാണെങ്കിൽ ആ മരുന്ന് ഞെരടിയത് കൊണ്ട് തന്നെ നീല കളറും പറ്റിയിരുന്നു. നീല കളറുള്ള കൈ ഉപയോഗിച്ച് പീറ്ററിന്റെ തലയിൽ പിടിച്ചത് കൊണ്ടാണ് മഞ്ഞ കളറും നീല കളറും യോജിച്ച് പച്ച കളറായി മാറിയത്. ഇത് ജോർജ് അവശേഷിപ്പിച്ച ഒരു ക്ലൂ ആണ്. നിന്റെ അച്ഛൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ക്ലൂ അവശേഷിപ്പിച്ചത്. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിന്റെ ആടിന് മനസ്സിലായി എന്നുള്ള കാര്യമൊക്കെ ടിമ്മു പറയുന്നു. ചിലപ്പോൾ തന്റെ പ്രിയപ്പെട്ട ആടായ ലില്ലിക്ക് നല്ല ബുദ്ധിശക്തി ഉള്ളത് കൊണ്ട് അവൾ ഈ ഒരു കാര്യം തെളിയിക്കുമെന്ന വിശ്വാസം മിക്കവാറും ജോർജിനുണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ജോർജ് ഇങ്ങനൊരു ഐഡിയ ചെയ്തു വെച്ചിട്ട് മരണപ്പെട്ടതും. എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തെളിയിക്കുവാനായിട്ട് ടിമ്മിനെ സഹായിച്ചത് ലില്ലി തന്നെയാണല്ലോ. ടിം അതുകൊണ്ട് തന്നെ നന്ദിയോട് കൂടിയാണ് ലില്ലിയെ നോക്കുന്നതും. മാത്രവുമല്ല, പീറ്ററിന്റെ അടുത്തേക്ക് എത്തിയിട്ട് പീറ്ററിന്റെ ഒരു മുടി അവന്റെ ദേഹത്ത് നിന്ന് എടുക്കുന്നു. ഞാൻ കളർ ചെയ്ത മഞ്ഞ മുടി വെച്ച് ഞാനാണ് ജോർജിനെ കൊന്നതെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പീറ്റർ ചോദിക്കുമ്പോഴോ, ഏയ്, നീ കളർ ചെയ്ത മുടി വെച്ചല്ല ഞാൻ ഈ ഒരു കേസ് തെളിയിക്കാൻ പോകുന്നത്. ഈ ഒരു മുടി വെച്ച് DNA ടെസ്റ്റ് നടത്തും. അപ്പോൾ നിന്റെ അച്ഛനാണ് ജോർജ് എന്നുള്ള കാര്യം തെളിയിക്കുവാനായി കഴിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമെല്ലാം കറക്റ്റ് ആകുമല്ലോ എന്ന് ടിമ്മു ചോദിക്കുന്നു. അതോടുകൂടി പണി പാളിയ അവസ്ഥയിൽ നിൽക്കുകയാണ് പീറ്റർ. ഇനി എന്തായാലും നിന്നിട്ട് കാര്യമില്ല. അവന് പണി കിട്ടി. അവന്റെ പിന്നിലുള്ള കള്ളത്തരമെല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കി പീറ്റർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നു. തന്റെ കാറിൽ കയറി പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ലില്ലിയും മോപ്പിളും വിന്ററും പിന്നെ അവർക്കൊപ്പം ആ ഇരട്ടകളായിട്ടുള്ള റിഗ്ഗിയും റോണിയും ഉണ്ട്. റിഗ്ഗിയും റോണിയും നല്ല ഒരു ഇടി നടത്തുവാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് കാത്തിരിക്കുകയാണ്. അവരെപ്പോഴും ഇങ്ങനെ ഇടികൂടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും നല്ലൊരു ഇടി കിട്ടുവാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വണ്ടിയൊക്കെ കാണുമ്പോൾ ചെന്ന് ഇടിക്കണമെന്ന ആഗ്രഹം പണ്ടേ അവർക്കുണ്ട്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ, നിങ്ങളുടെ അവസരം വന്നെത്തിയിരിക്കുകയാണ്. പോയി ഇടിച്ച് തകർക്കുവാനായിട്ടും ലില്ലി പറയുന്നു. അതനുസരിച്ച് 2 വശത്തു നിന്നും റിഗ്ഗിയും റോണിയും വന്നിട്ട് ആ ഒരു കാറിനെ ഇടിക്കുകയാണ് ചെയ്യുന്നത്.
രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് വന്ന് ഇടിച്ചതോടുകൂടി പപ്പടം പൊടിയുന്ന അവസ്ഥയായി ആ കാറിൻ്റേത്. അതിനകത്തിരിക്കുന്ന പീറ്ററിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ രണ്ടുപേരും ചേർന്ന് കാറിന് മുകളിൽ കയറി നിൽക്കുകയാണ്. ഞങ്ങളാണ് ഇവനെ പിടികൂടിയത് എന്ന മട്ടില്. പോലീസുകാർ വന്ന് പീറ്ററിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി റെബേക്കയും റിലീസാകുന്നു. നിരപരാധിയായ റെബേക്കയെ അറസ്റ്റ് ചെയ്തതിന് ടിം അവളോട് മാപ്പും പറയുന്നുണ്ട്. ടിമ്മിന് റെബേക്കയോട് ചെറിയ പ്രണയമൊക്കെയുണ്ട്. ഇനി ഈ നാട്ടിൽ നിൽക്കുകയാണോ അതോ ഇവിടെ നിന്ന് പോവുകയാണോ എന്നുള്ള കാര്യം റെബേക്കയോട് ചോദിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്, നിൽക്കണോ അതേ പോണോ എന്ന് ചോദിക്കുമ്പോൾ നിന്നാ നല്ലതായിരിക്കും എന്നതായിരുന്നു ടിമ്മിന്റെ മറുപടി. അങ്ങനെ റെബേക്കയാണെങ്കിലോ ആ നാട്ടിൽ തന്നെ നിൽക്കുവാനായിട്ടും തീരുമാനിക്കുകയാണ്. റെബേക്കയുടെ പാസ്റ്റ് ലൈഫ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അവളാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു ജീവിച്ചു പോയിരുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. തന്റെ അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് അതുപോലെ തന്നെ നടത്തണമെന്നും റെബേക്ക തീരുമാനിക്കുന്നു. അങ്ങനെ റെബേക്ക ആ ഒരു ഫാം ഏറ്റെടുത്ത് നടത്തുവാനായും തീരുമാനിച്ച സമയത്താണ് റെബേക്കയ്ക്ക് അടുത്തേക്ക് ക്രിസ്റ്റോയും ആ ഒരു കശാപ്പ് കടക്കാരനും വരുന്നത്. നിങ്ങളുടെ ആടുകളെ ഞങ്ങൾക്ക് തരണം, നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞങ്ങൾ തരാമെന്ന് ക്രിസ്റ്റോയും ആ കശാപ്പ് കടക്കാരനും പറയും. എന്നാൽ അവർക്ക് കൊടുക്കുവാനായിട്ട് അവൾ തയ്യാറായിരുന്നില്ല. ക്രിസ്റ്റോയ്ക്കും കശാപ്പ് കടക്കാരനും ആടുകളെ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നന്നായിട്ട് റെബേക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആടുകളെ കൊടുക്കുവാനായിട്ട് റെബേക്ക തയ്യാറായില്ല. അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് നടത്തണമെന്നായിരുന്നു റെബേക്കയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റോയുടെ ആടുകളെ കൂടി അവർ ചോദിക്കുന്ന കാശ് കൊടുത്താണ് റെബേക്ക വാങ്ങുന്നതും. റെബേക്ക പോകുന്നതിന് മുൻപ് തന്നെ റെബേക്കയെ കാണുവാൻ വേണ്ടിയിട്ട് ആ ഒരു ബേക്കറി കടക്കാരി വരുന്നു. അവർക്കാണെങ്കിൽ ജോർജിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലാ തവണയും ജോർജ് തന്റെ മക്കൾക്കായിട്ട് എഴുതുന്ന ലെറ്റർ എല്ലാം അവർ എടുത്തു വെക്കുമായിരുന്നല്ലോ. അതിൽ അവസാനമായിട്ട് അവരെടുത്ത ലെറ്റർ ആണെങ്കിൽ റെബേക്കയെ തിരിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് റെബേക്കയോട് മാപ്പും പറയുന്നുണ്ട്. റെബേക്ക ചോദിക്കുക, എന്റെ അച്ഛനെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അല്ലേ എന്ന്. അത് കേൾക്കുന്ന ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറയും, എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ നിന്റെ അച്ഛൻ ആകെ പ്രണയിച്ചിരുന്നത് നിന്റെ അമ്മയെ മാത്രമാണെന്ന്. റെബേക്കയ്ക്ക് ഇതുവരെയായിട്ടും അവളുടെ അമ്മയുടെ പേര് എന്താണെന്നുള്ള കാര്യം അറിയത്തേയില്ല. എൻ്റെ അമ്മയുടെ പേര് നിങ്ങൾക്കറിയാമോ? എന്താണ് എൻ്റെ അമ്മയുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ആ ബേക്കറി കടക്കാരി പറയും, നിന്റെ അമ്മയുടെ പേര് ലില്ലി എന്നാണെന്ന്. ജോർജ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആടായിട്ടുള്ള ലില്ലിക്ക് പേരിട്ടത് തന്റെ ഭാര്യയുടെ പേരാണ്. ജോർജിനെ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ലില്ലി മാത്രമാ. ജോർജിനൊരു ചെറിയ സങ്കടം വന്നാൽ പോലും അത് പെട്ടെന്ന് ലില്ലിക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് താനുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള ആടിന് ലില്ലി എന്ന് പേര് നൽകിയതും. അങ്ങനെ റെബേക്ക ക്രിസ്റ്റോയിൽ നിന്ന് വാങ്ങിയ ആടുകളെ എല്ലാവരെയും കൂട്ടി ജോർജിന്റെ ഫാമിലേക്ക് എത്തുന്നു. പുതുതായിട്ട് വരുന്ന അതിഥികളെ കാണുന്ന ജോർജിന്റെ ആടുകൾക്ക് ഒരുപാട് സന്തോഷമാകും. എല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും. റെബേക്ക നേരെ വരുന്നത് ലില്ലിക്കടുത്തേക്കാണ്. എന്നിട്ട് ലില്ലിയെ സ്നേഹത്തോടു കൂടി അവൾ തടവുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് ഫാമൊക്കെ നോക്കി നടത്തുന്നത് റെബേക്കയാണ്. എന്താണോ ജോർജ് അവിടെ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റെബേക്ക ചെയ്യുന്നതും. പതിവ് പോലെ തന്നെ റെബേക്ക ജോർജിന്റെ കോട്ടൊക്കെ എടുത്തിട്ട് ജോർജ് ഇൻവെസ്റ്റിഗേഷൻ നോവലുകളെല്ലാം തന്റെ ആട്ടിൻകുട്ടികൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുമല്ലോ, റെബേക്ക അതുപോലെ തന്നെ നോവൽ വായിച്ച് കേൾപ്പിക്കുവാനായും തുടങ്ങി. അതേ സമയമായിരുന്നു പാറയ്ക്ക് മുകളിൽ മാറി നിൽക്കുന്ന വിന്ററിനെ ലില്ലി കാണുന്നത്. പണ്ട് സെബാസ്റ്റ്യൻ അതേ പാറയ്ക്ക് മുകളിലായിരുന്നു നിന്നിരുന്നതും. വിന്ററിനെ കാണുന്ന ലില്ലി അവനടുത്തേക്ക് എത്തുകയാണ്. എല്ലാ ആടുകൾക്കും പേരുണ്ട്, പക്ഷെ വിന്ററിന് മാത്രം പേരില്ല. അത് മനസ്സിലാക്കി ലില്ലി ഇനി മുതൽ നിന്റെ പേര് ജോർജ് എന്നാണെന്ന് പറഞ്ഞ് വിന്ററിനെ തന്റെ കൂടെ കൂട്ടുകയാണ്. വിന്ററിനും ഒരുപാട് സന്തോഷമാകുന്നു. വിന്ററിനെ അവൾ ബാക്കിയുള്ള ആടുകൾക്കടുത്തേക്ക് കൊണ്ടുവരും. വിന്റർ ഒരു നിമിഷം പകച്ചു നിൽക്കും, പക്ഷേ എല്ലാവരും വിന്ററിനെ സ്വീകരിക്കുകയാണ്. വിന്ററിന് ഒരുപാട് സന്തോഷമാകുന്നു. കുട്ടി ആടുകൾക്കൊപ്പം കളിക്കണമെന്ന് വിന്ററിന് നല്ല താല്പര്യമുണ്ടായിരുന്നു. ആരും തന്നെ കൂടെ കൂട്ടിയിട്ടേയില്ല. വിന്ററിനെയും കുട്ടിയാടുകൾ കൂടെ കൂട്ടുകയാണ്. വിന്ററിന് ഒരുപാട് സന്തോഷമായി, ലില്ലിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ വീണ്ടും ഡിറ്റക്റ്റീവ് നോവലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ലില്ലിക്കടുത്തേക്ക് വിന്റർ വന്ന് കിടക്കുകയാണ്. അതേ സമയമായിരുന്നു അവിടെ ഇളം കാറ്റടിക്കുന്നത്. ലില്ലിക്ക് മനസ്സിലായി അത് ജോർജിന്റെ സാന്നിധ്യമാണെന്ന്. കാരണം ജോർജിന്റെ മണമൊക്കെ ലില്ലിക്ക് മനസ്സിലാകും. ജോർജ് അവരെ എല്ലാവരെയും കാണുന്നു എന്നുള്ള കാര്യവും ലില്ലിക്ക് മനസ്സിലായി. അതേ സമയത്തായിരുന്നു ആകാശത്തുള്ള മേഘത്തിന് സെബാസ്റ്റ്യന്റെ രൂപം വരുന്നത്. സെബാസ്റ്റ്യനും നമ്മളെ കാണുന്നു. അവർ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ സെബാസ്റ്റ്യനും മേഘമായി മാറിയിരിക്കുന്നു. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്ക് ഈ ഒരു കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സെബാസ്റ്റ്യനും വിന്ററുമാണ്. നിങ്ങൾക്കൊക്കെ ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായവും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.